നിലമ്പൂർ മുൻ MLA PV അൻവറിന്റെ കഷ്ടകാലം അവസാനിക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അൻവറിന് തിരിച്ചടികൾക്കുമേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളമാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവുമായ UDF പ്രവേശനം സാധ്യമാകില്ല എന്ന സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. അൻവറിനെ UDF-ൽ പ്രവേശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ നേതാക്കളും കോൺഗ്രസ് സഹയാത്രികരും പരസ്യമായി രംഗത്തിറങ്ങുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി കോൺഗ്രസ് സഹയാത്രികനും മലയാള സിനിമയിലെ പ്രമുഖ നടനുമായിരുന്ന മാമുക്കോയയുടെ മകൻ നിസാർ മാമുക്കോയയാണ്. അദ്ദേഹവും ഒരു കോൺഗ്രസ് സഹയാത്രികനാണ്. UDF-ലേക്ക് PV അൻവറിനെ ഒരു കാരണവശാലും എടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് മറ്റാമുഖങ്ങളില്ലാതെ ആ കുറിപ്പ് ആദ്യം പരിശോധിക്കാം. പ്രിയപ്പെട്ട രാഹുൽജി, എന്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ, എന്നാലും അങ്ങ് എൻ്റെ പ്രിയപ്പെട്ട രാജീവ് ജിയുടെ ഓമനപുത്രനും എൻ്റെ ജീവനായ ഇന്ദിരാജിയുടെ പേരക്കുട്ടിയുമാണ്. രാഷ്ട്രീയത്തിലെ തിന്മകൾ ചെറുതോ വലുതോ ആവട്ടെ, നന്മകൾ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കട്ടെ. വാക്കുകൾ മാറിക്കോട്ടെ, തിരുത്തിക്കോട്ടെ, അത് രാഷ്ട്രീയമല്ലേ. ഇലക്ഷനോടൊപ്പം വരുന്ന വാഗ്ദാന പട്ടിക കണ്ടും കൊണ്ടും തൃപ്തിപ്പെട്ട വോട്ടർമാർ അടുത്ത ഇലക്ഷന് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നതും ആവട്ടെ. പക്ഷേ രാഹുൽജി, അങ്ങ് എനിക്കും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും സ്വന്തം ജീവനേക്കാൾ ഏറെയാണ്. എന്നാൽ അങ്ങയുടെ DNA പരിശോധിക്കാൻ പറഞ്ഞ രാഷ്ട്രീയം ഇവിടത്തെ UDF മുന്നണിയിൽ വരുമ്പോൾ ഞങ്ങൾ ഇന്ദിരാജിയെയും രാജീവ് ജിയെയും നെഞ്ചിലേറ്റിയവർ മനസ്സിൽ തേങ്ങുന്നു. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് LDF-ന്റെ ഭാഗമായിരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പോലും PV അൻവർ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ബാക്കി ഇങ്ങനെയാണ്: എന്നെങ്കിലും ഒരു നാൾ താങ്കൾ നമ്മുടെ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്നവർക്ക് അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ താങ്കൾ ഇവിടുത്തെ മുന്നണിയോട് പറയണം. താങ്കളുടെ തീരുമാനം താങ്കളുടെയും നെഹ്റു കുടുംബത്തിൻ്റെയും മാനമെങ്കിലും കാത്തു സൂക്ഷിക്കാനും എന്നും കാക്കുന്നവരോടൊപ്പം നിൽക്കാനും. ജയ് ഹിന്ദ്, ജയ് ഇന്ദിരാജി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ ഒരു വലിയ വിഭാഗത്തിന് PV അൻവറിന്റെ കടന്നുവരവ് ഒരു തരത്തിലും ദഹിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. അതിനായി അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ പലതാണ്. ഒന്ന്, PV അൻവർ ഇപ്പോൾ ഏറ്റവും പുതിയതായി ആര്യാടൻ ഷൗക്കത്തിനെതിരെ രംഗത്തിറങ്ങിയത്, അതും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസും UDF-ഉം പ്രഖ്യാപിച്ച ശേഷം രംഗത്തിറങ്ങിയത് ഒരു കാരണമായി ഒരു കൂട്ടർ ചൂണ്ടിക്കാണിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും VD സതീശനെതിരെയും LDF ക്യാമ്പിൽ നിന്ന കാലത്ത് PV അൻവർ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മറുവിഭാഗം അൻവറിന് പ്രവേശനം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്തായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനി കാര്യങ്ങൾ കുഴങ്ങുകയാണ്. അൻവർ പ്രതീക്ഷിച്ചത് LDF-നെതിരെയും CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ചത് UDF ക്യാമ്പ് അദ്ദേഹത്തെ വാരി പുണരുമെന്നായിരുന്നു. പക്ഷേ പല പാർട്ടികളുടെ വാതിൽ മുട്ടി ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ എത്തി നിന്ന PV അൻവറിനെ യഥാർത്ഥത്തിൽ UDF വഞ്ചിക്കുകയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ UDF സ്ഥാനാർത്ഥിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച അൻവറിനെ അദ്ദേഹത്തിന്റെ മിനിമം ആവശ്യമായ UDF പ്രവേശനം പോലും യാഥാർത്ഥ്യമാക്കാതെ ഒരു തെരുവ് പട്ടിയെ പോലെ ആട്ടി ഓടിക്കുന്ന UDF നേതൃത്വത്തെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അൻവറിനെ UDF-ൽ പ്രവേശിപ്പിച്ചാൽ അത് UDF-ലും കോൺഗ്രസിലും ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അൻവർ ഒരു രാഷ്ട്രീയ മൃതദേഹമായി ആരാലും അവഗണിക്കപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ ഭാവി അത് അസ്തമിച്ചു കഴിഞ്ഞു.